Hello my dear students, welcome to Learner's World. In this video, I talk about a poem analysis, what it's like to be a transgender, written by Lee Mokobe, part 2. What is LGBTQ? L stands for lesbian and G stands for gay and B stands for bisexual and T stands for transgender and Q stands for queer or questioning. What is lesbian? A lesbian is a woman who is physically and romantically attracted to other women. ഒരു ലെസ്ബിയൻ എന്ന് പറയുന്നത് ഒരു വുമണാണ്. ആ ഒരു വുമൺ മറ്റൊരു വുമണുമായിട്ട് ഫിസിക്കലി ആൻഡ് റൊമാൻറ്റിക്കലി അട്രാക്റ്റഡ് ആവുന്നതിനെയാണ് ലെസ്ബിയൻ എന്ന് പറയുന്നത്. Then what is gay? Same as homosexual, often used particularly to describe men who are attracted to other men. അപ്പോൾ ഗേ എന്നുള്ളത് സെക്ഷലുമായിട്ട് സാമ്യമുള്ളതാണ്. ഹോമോസെക്ഷൽ എന്ന് പറഞ്ഞാൽ സെയിം ജെൻഡറിനോട് സെക്ഷൽ റിലേഷൻ തോന്നുന്നതാണ് ഹോമോസെക്ഷൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗേ ഹോമോസെക്ഷൽ പോലെ തന്നെയാണ്, പക്ഷേ ഇത് നമ്മൾ മെന്നിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് കൂടുതൽ ഗേ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു മെന്നിന് വേറൊരു മെന്നിനോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നതിനെയാണ് ഗേ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ബൈസെക്ഷൽ? സെക്ഷലി അട്രാക്റ്റഡ് ടു മോർ ദാൻ വൺ ജെൻഡർ. അതായത് മോർ ദാൻ വൺ ജെൻഡർ, അതായത് മൾട്ടിപ്പിൾ ജെൻഡറിനോട് സെക്ഷലി അട്രാക്ഷൻ തോന്നുന്നതിനെയാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത്. അട്രാക്റ്റഡ് ബോത്ത് മെൻ ആൻഡ് വുമൺ, അതായത് ബോത്ത് മെൻ ആൻഡ് വുമണിനോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നതാണ് ബൈസെക്ഷൽ. ദെൻ വാട്ട് ഈസ് ട്രാൻസ്ജെൻഡർ? Individuals whose gender identity expression is different from that typically associated with their assigned sex at birth. അസൈൻഡ് സെക്സ് അറ്റ് ബർത്ത്, അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സെക്സ് തീരുമാനിക്കുന്നത്, അതായത് ഫീമെയിലാണോ മെയിലാണോ എന്ന് തീരുമാനിക്കുന്നത് ആ കുട്ടിയുടെ ആ ഒരു സെക്ഷൽ ഓർഗനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൽ ഓർഗനും ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഓർ ഐഡൻറ്റിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഇതുമായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഒരു ബോയുടെ ഒരു മെന്നിൻ്റെ സെക്ഷൽ ഓർഗനും പക്ഷേ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഒരു ഗേളിൻ്റെ ആണെങ്കിൽ, അതായത് ഒരു വുമണിൻ്റെ ആണെങ്കിൽ അതിനെ ട്രാൻസ്ജെൻഡർ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ചില ബോയ് ആയിരിക്കും, പക്ഷേ ബോയ് ആയിരിക്കും സെക്ഷൽ ഓർഗനൊക്കെ ആയിട്ട്, മെയിലായിരിക്കും, അതായത് അസൈൻ സെക്സ് അറ്റ് ബർത്തിൽ മെയിലായിരിക്കും, പക്ഷേ ആ കുട്ടി ഒരു പാവാട ധരിക്കാനും അതുപോലെ മുടിയൊക്കെ പിന്നിടാനും അതുപോലെ പാവകളൊക്കെ വെച്ചിട്ട് കളിക്കുക അങ്ങനെയൊക്കെയുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും കാണിക്കുന്നത്. ഇതിനെയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. Then what is queer? It was used as an insult, but now one LGBTQ plus people use as a way to describe any sexuality without needing a specific label. ക്യൂർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ LGBTQ പീപ്പിൾസൊക്കെയാണ് ഈ ഒരു ടേം യൂസ് ചെയ്യുന്നത്. അതായത് സെക്ഷുവാലിറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ, അതായത് ഒരു സ്പെസിഫിക് ലേബലില്ലാതെ സെക്ഷുവാലിറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ ഈ LGBTQ പീപ്പിൾസൊക്കെ യൂസ് ചെയ്യുന്നൊരു അംബ്രല ടേമാണ് ക്യൂർ എന്നുള്ളത്. ഈ ക്യൂറിൽ വരുന്നതാണ് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ഇൻ്റർസെക്സ്, അതുപോലെ പാൻസെക്ഷൽ, അസെക്ഷൽ എക്സെട്ര. ഇവയൊക്കെ ഈ ഒരു ക്യൂർ എന്നുള്ള ഒരു ടേമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പോം അനാലിസിസ്. What it's like to be a transgender, written by Lee Mokobe. The first time I uttered a prayer was in a glass-stained cathedral. അങ്ങനെ ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത് ചിത്രങ്ങൾ വരച്ച ഗ്ലാസ്സുകളുള്ള ഒരു കത്തീഡ്രലിലാണ്. I was kneeling long after the congregation was on its feet, dipped both hands into holy water, traced the Trinity across my chest. അങ്ങനെ അവിടെ ആരാധനയ്ക്ക് വന്നവരൊക്കെ പോയതിന് ശേഷം ഞാൻ അവിടെ മുട്ടിൽമേൽ നിന്ന് പ്രാർത്ഥിച്ചു. ഡിപ്പ് ബോത്ത് ഹാൻഡ്സ് ഇൻ ഹോളി വാട്ടർ, എൻ്റെ രണ്ട് കൈയും ഞാൻ അവിടുത്തെ പരിശുദ്ധ ജലത്തിൽ മുക്കി. ദെൻ ട്രേസ് ദ ട്രിനിറ്റി അക്രോസ് മൈ ചെസ്റ്റ്, അതുപോലെ എൻ്റെ നെഞ്ചിൽ ഞാൻ എന്ത് ചെയ്തു, കുരിശ് വരച്ചു. മൈ ടിനി ബോഡി ഡ്രൂപ്പിംഗ് ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക്, ഞാൻ മുട്ടുകുത്തി നിന്നപ്പോൾ എൻ്റെ ചെറിയ ശരീരം ഒരു ചോദ്യചിഹ്നം പോലെ തോന്നിച്ചു എന്നാണ് പറയുന്നത്. All over the wooden pew, I asked Jesus to fix me. ഞാൻ ജീസസിനോട് ചോദിച്ചു, എന്നെ ഒന്ന് ഫിക്സ് ചെയ്യുമോ? And when he did not answer, പക്ഷെ എന്താണ്,
അവിടെ നിന്നൊരു ഉത്തരവും നൽകില്ല. I befriended silence in the hopes that my sin would burn and my mouth would dissolve like sugar on tongue, but shame lingered as an aftertaste. ഞാനിപ്പോൾ ഭയങ്കര നിശബ്ദനായി. എൻ്റെ പാപങ്ങളെല്ലാം പഞ്ചസാര നാവിൽ ലയിക്കുന്നത് പോലെ ഉരുകിപ്പോയി. എന്നെ സമാധാനിപ്പിക്കും എന്നാണ് ഞാൻ ആശിച്ചത്. പക്ഷേ എൻ്റെ നാണക്കേട് എന്നിൽ തുടർന്നുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. And in an attempt to reintroduce me to sanctity, my mother told me of the miracle I was, said I could grow up to be anything I want. എന്നെ എൻ്റെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഞാനൊരു അത്ഭുതമാണെന്ന്, എനിക്ക് എങ്ങനെ വേണമെങ്കിലും വളരാം എന്നെൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. I decided to be a boy. It was cute. അങ്ങനെ ഞാൻ എന്ത് തീരുമാനിച്ചു? ഒരു ആൺകുട്ടിയാവാൻ തീരുമാനിച്ചു. വളരെ നല്ലതായിരുന്നു അത്. I had a snapback toothless grin, used skin knees as street cred, played hide and seek with what was left of my goal. I was it. അങ്ങനെ ഞാൻ ഒരു ആൺകുട്ടിയാവാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് നല്ല ഒരു ചിരിയും ഒക്കെ ഉണ്ടായിരുന്നു. ഐ ഹാഡ് സ്നാപ്പ് ബാക്ക് ടൂത്ത്ലെസ് സ്ക്രീൻ, എനിക്ക് നല്ല ഒരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ആൺകുട്ടികൾ ഇടുന്നത് പോലെ മുട്ടുകാലിൻ്റെ അവിടെ ചെറിയൊരു കഷ്ണം വെട്ടിക്കളഞ്ഞ ട്രൗസേഴ്സൊക്കെ ഞാൻ ധരിക്കാൻ തുടങ്ങി. യൂസ്ഡ് സ്കിൻ നീസ് അ സ്ട്രീറ്റ് ക്രെഡ്, ദെൻ പ്ലേഡ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് വാട്ട് വാസ് ലെഫ്റ്റ് ഓഫ് മൈ ഗോൾ. അതുപോലെ എൻ്റെ ലക്ഷ്യവുമായിട്ട് ഞാൻ ഒളിച്ചു കളിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. Played hide and seek with what was left of my goal. I was it. Okay. The winner to a game the other kids couldn't play. I was the mystery of an anatomy. അങ്ങനെ മറ്റുള്ള കുട്ടികൾക്ക് കളിക്കാൻ പ്രയാസമായിട്ടുള്ള, അവർക്ക് കളിക്കാൻ പറ്റാത്ത ഒരു കളിയിൽ ഞാനായിരുന്നു വിജയി. ഐ വാസ് ദ മിസ്റ്ററി ഓഫ് ആൻ അനാട്ടമി. എൻ്റെ ശരീരം വിവരിക്കാൻ പറ്റാത്ത ഒരു നിഗൂഢ രഹസ്യമായിരുന്നു. എ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബട്ട് നോട്ട് ആൻസേർഡ്. കാരണം എന്താണ്? ഞാൻ മുഴുവനായിട്ടും ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പറയാണ് എ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബട്ട് നോട്ട് ആൻസേർഡ്. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് നമുക്ക് ചോദിക്കാം, പക്ഷെ അതിന് ഉത്തരമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഐ വാസ് ദ മിസ്റ്ററി ഓഫ് അനാട്ടമി. എൻ്റെ ശരീരം എന്ന് പറയുന്നത് ഒരു നിഗൂഢ രഹസ്യമായിരുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുഴുവനായിട്ടും ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയിരുന്നില്ല. എ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബട്ട് നോട്ട് ആൻസേർഡ്. അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ചോദിക്കാം, പക്ഷെ അതിന് ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ദെൻ dropping between awkward boy and apologetic girl, and when I turned 12 the boy face wasn't deemed cute anymore. അങ്ങനെ എനിക്ക് 12 വയസ്സായപ്പോൾ എൻ്റെ ആൺകുട്ടിയുടെ കാലഘട്ടം അത്ര നന്നായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ഒരു ഔക്വേർഡ് ബോയുടെയും അതുപോലെ അപ്പോളജറ്റിക് ഗേളിൻ്റെയും ഇടയിൽ ആകെ ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ എനിക്കൊരു 12 വയസ്സായപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ആൺകുട്ടി ആയിട്ടിരിക്കുന്നത് അത്ര നന്നായിട്ട്, ആ ഒരു കാലഘട്ടം നന്നായിട്ട് പോകില്ല എന്ന് എനിക്ക് തോന്നി. ഇറ്റ് വാസ് മെറ്റ് വിത്ത് നൊസ്റ്റാൾജിക് aunts who missed seeing my knees in the shadow of skirts, who reminded me that my kinds of attitude would never bring a husband home, that I exist for heterosexual marriage and childbearing. അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൻറ്റിമാർ എന്നെ സ്കേർട്ട് ധരിച്ച് കാണാൻ
ആശിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ എന്തായിരുന്നു ധരിച്ചിരുന്നത്, അതായത് മുട്ടൊക്കെ കീറിയിട്ടുള്ള ഒരു ട്രൗസറായിരുന്നു ഞാൻ ധരിച്ചിരുന്നത്. അവർക്ക് എന്താണ് ആഗ്രഹം, അവർക്ക് ഞാൻ സ്കേർട്ട് ധരിക്കണം എന്നായിരുന്നു ആഗ്രഹം. അവരെന്നോട് പറഞ്ഞു, എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ചിന്താഗതിയിൽ തുടർന്നാൽ എനിക്കൊരു ഹസ്ബൻഡിനൊന്നും ലഭിക്കുകയില്ല. അതുപോലെ അവരെന്നെ ഉപദേശിച്ചു, അതായത് ഒരു പെണ്ണായിട്ട് ജീവിച്ച് ഒരു പുരുഷനൊക്കെ വിവാഹമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ജീവിതം നയിക്കാൻ അവരെന്നെ ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. And I swallowed their insult along with their slurs. Naturally, I did not come out of the closet. ചിലപ്പോൾ അവർ എന്നെ പരിഹസിക്കുകയും ചിലപ്പോൾ അവരെന്നെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ എൻ്റെ സത്യം വെളിപ്പെടുത്താൻ തയ്യാറായില്ല. The kids at my school opened it without my permission, called me by a name I did not recognize, said lesbian. But I was more boy than girl, more Ken than Barbie. അങ്ങനെ സ്കൂളിലെ ചില കുട്ടികൾ എൻ്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയും എന്നെ ലെസ്ബിയൻ എന്ന് വിളിച്ച് കളിയാക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പെൺകുട്ടിയേക്കാൾ കൂടുതൽ ആൺകുട്ടിയായിരുന്നു, അതായത് ബാർബിയേക്കാൾ കൂടുതൽ ഞാൻ കെന്നായിരുന്നു എന്നാണ് പറയുന്നത്. It had nothing to do with hating my body. I just love it enough to let it go. I treat it like a house. അങ്ങനെ ഞാൻ ആരെയും വെറുത്തില്ല, അതായത് കാര്യങ്ങൾ എങ്ങനെയാണോ അത് ഞാൻ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഐ ട്രീറ്റ് ഇറ്റ് ലൈക്ക് എ ഹൗസ്, അതായത് എൻ്റെ ശരീരത്തെ ഞാനൊരു വീടായിട്ട് കരുതുന്നു. ആൻഡ് വെൻ യുവർ ഹൗസ് ഈസ് ഫാളിങ് അപ്പാർട്ട് യു ഡു നോട്ട് evacuate. You make it comfortable enough to house all your insides. You make it pretty enough to invite guests over. You make the floorboard strong enough to stand on. അതായത് ഞാൻ എൻ്റെ ശരീരത്തിൽ ഞാൻ എന്ത് ചെയ്തില്ല, വെറുത്തില്ല. അതായത് ഞാൻ എൻ്റെ ശരീരത്തെ ഞാനൊരു വീടായിട്ടാണ് കൺസിഡർ ചെയ്തത്. അതായത് നമ്മൾ വീട് പൊളിയുമ്പോൾ നിങ്ങൾ ഓടിപ്പോവുകയല്ല ചെയ്യുന്നത്, പക്ഷെ എങ്ങനെയെങ്കിലും അതിനകത്ത് തന്നെ നിങ്ങൾ സുരക്ഷിതരായിട്ടിരിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ശരീരം എന്നാണ് പറയുന്നത്. അതായത് അതിഥികളെ അങ്ങോട്ട് വിളിക്കാൻ തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ വീടിനെ നല്ല സൗന്ദര്യമുള്ളതാക്കും. അതുപോലെ അതിനുള്ളിൽ നിൽക്കാൻ തക്ക വിധം നിങ്ങൾ ഫ്ലോർ ബോർഡുകളെ ശക്തിപ്പെടുത്തും. അതുപോലെ നിങ്ങൾ അവിടെ വീണ് പോവാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് ആ വീടിനെ നിങ്ങൾ സ്ട്രോങ് ആക്കും. ഈ വീട് പോലെയായിരുന്നു എൻ്റെ ശരീരം. ദെൻ My mother fears I have named myself after fading things. എൻ്റെ അമ്മ ചിന്തിക്കുന്നത് മരിച്ചു പോയവരുടെ പേരാണ് ഞാൻ എനിക്ക് ഇടുന്നത് എന്നാണ്. As she counts the echoes left behind by Mia Hall, Lila Alcorn, Blake Brockington, she fears that I will die without a whisper, that I will turn into what a shame conversations at the bus stop. അങ്ങനെ അമ്മ ഓർക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള മ്യഹോള്, ലീല ആൽകോൺ, ബ്ലേക്ക് ബ്രോക്കിംഗ്ടൺ മുതലായവരെയാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ ചില ആളുകൾ ആത്മഹത്യയൊക്കെ ചെയ്തിട്ടുണ്ട്, ചിലരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അപ്പം അമ്മയുടെ വിചാരം അവരെപ്പോലെ തന്നെ ഞാനും മരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, then that I will turn into what a shame conversations at the bus stop. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒക്കെ ആൾക്കാർ എന്നെപ്പറ്റി പലതും പറയുമെന്നാണ് പറയുന്നത്. Then she claims I have turned myself into a mausoleum, that I am a walking casket. News headlines have turned my identity into a spectacle. Bruce Jenner on everyone's lips, while the brutality of living in this body becomes an asterisk at the bottom of equality pages. അതായത് ഞാൻ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് എന്നെപ്പറ്റി ആളുകൾ ഒരുപാട് കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യും. എന്തൊരു നാണക്കേടാണെന്ന് അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ പറയുന്നത് ഞാൻ എന്നെ തന്നെ ഒരു ശവകുടീരമാക്കി മാറ്റിയെന്നാണ്. ഐ എം എ വാക്കിംഗ് കാസ്കറ്റ് എന്നാണ് അമ്മ എന്നോട് പറയാറുള്ളത്.
അതായത് ഞാൻ നടക്കുന്ന ഒരു ശവപ്പെട്ടിയാണെന്നാണ് പറയാറുള്ളത്. അതായത് മാധ്യമങ്ങളിലും ഒക്കെ തലക്കെട്ടുകൾ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരു കാഴ്ചവസ്തുവായിട്ട് മാറ്റുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ബ്രൂസ് ജെന്നറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ ശരീരത്തിൽ ജീവിക്കുന്നത് ഒരു വലിയ ക്രൂരതയാണ് എന്നാണ് പറയുന്നത്. ദ ബ്രൂട്ടാലിറ്റി ഓഫ് ലിവിങ് ഇൻ ദിസ് ബോഡി ബിക്കംസ് ആൻ ആസ്റ്ററിസ്ക് അറ്റ് ദ ബോട്ടം ഓഫ് ഇക്വാലിറ്റി പേജസ്. അതായത് ഒരു ബ്രൂസ് ജെന്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് ഈ ശരീരത്തിൽ ജീവിക്കുന്നത് ഒരു വലിയ ക്രൂരതയാണ്. അതുപോലെ ന്യൂസ് പേപ്പറുകളും മാഗസിനുകളൊക്കെ അതായത് ലിംഗസമത്വത്തെ പറ്റി ഒരുപാട് ഡിബേറ്റുകളൊക്കെ നടത്തുന്നുണ്ട്. ആ സമയത്ത് എന്നെപ്പോലുള്ളവരൊക്കെ വിട്ട് കളയുന്നു എന്നാണ് പറയുന്നത്. കാരണം ഞാനൊരു പുരുഷനോ സ്ത്രീയോ അല്ല, ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ഈക്വാലിറ്റി പേജസ് എന്നൊക്കെ ഞങ്ങളെ മാറ്റി നിർത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നോ വൺ എവർ തിങ്സ് ഓഫ് അസ് ആസ് ഹ്യൂമൻ ബിക്കോസ് വി ആർ മോർ ഗോസ്റ്റ് ദാൻ ഫ്ലഷ്. അതായത് എന്നെപ്പോലെയുള്ളവരെ മനുഷ്യരാണെന്ന് പോലും ആരും ചിന്തിക്കുന്നില്ല. അതായത് മനുഷ്യരായിട്ട് ഞങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല. വി ആർ മോർ ഗോസ്റ്റ് ദാൻ ഫ്ലഷ്. അതായത് ഞങ്ങൾ മനുഷ്യരല്ല, ഭൂതങ്ങളാണെന്നാണ് അവരുടെ വിചാരം. ബിക്കോസ് പീപ്പിൾ ഫിയർ ദാറ്റ് മൈ ജെൻഡർ എക്സ്പ്രഷൻ ഈസ് എ ട്രിക്ക്, ദാറ്റ് ഇറ്റ് എക്സിസ്റ്റ് ടു ബി പെർവേഴ്സ്, ദാറ്റ് ഇറ്റ് ensnares them without their consent, that my body is a first for their eyes and hands, and once they have fed off my cure, they will regurgitate all the parts of they did not like. Regurgitate. Okay, അതായത് അവർ വിചാരിക്കുന്നത്, അതായത് പീപ്പിൾസ് വിചാരിക്കുന്നത് ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് മനുഷ്യരല്ല, ഞങ്ങൾ ഭൂതങ്ങളാണ്, അതായത് ഞങ്ങൾ ഗോസ്റ്റ് ആണെന്നാണ് അവർ വിചാരിക്കുന്നത്. അതുപോലെ അവരുടെ ചിന്ത എന്ന് പറയുന്നത് ഞങ്ങളുടെ ജെൻഡർ അഭിനയിക്കുകയാണ്, ഞങ്ങളിങ്ങനെ അഭിനയിക്കുകയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുപോലെ അങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഞങ്ങൾ അവരുടെ അനുവാദം കൂടാതെ തന്നെ ഞങ്ങളുടെ വലയിൽ വീഴ്ത്തുമോ എന്നാണ് അവരുടെ ഭയം. അതായത് ജനങ്ങളെ അവരുടെ അനുവാദമില്ലാതെ ഞങ്ങൾ അഭിനയിച്ചുകൊണ്ട് അവരെ വലയിൽ വീഴ്ത്തുമോ എന്നാണ് അവരുടെ ഭയം. അതായത് ട്രാൻസ്ഫോബിയൊക്കെ, അതായത് ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള ഒരു ഭയം. അതുപോലെ അവരുടെ കണ്ണുകൾക്കും കൈകൾക്കും ഞങ്ങളൊരു ആഘോഷമാണ് എന്നാണ് പറയുന്നത്. ദാറ്റ് മൈ ബോഡി ഈസ് എ ഫസ്റ്റ് ഫോർ ദെയർ ഐസ് ആൻഡ് ഹാൻഡ്സ്. അവർ ഞങ്ങളെ അവരുടെ കണ്ണുകൾക്കും അതുപോലെ കൈകൾക്കൊക്കെ ഞങ്ങളൊരു ആഘോഷമാണ്. അതായത് ഞങ്ങളെ പറ്റിയിട്ട് അവർ കളിയാക്കുകയും അതുപോലെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നു, ഞങ്ങളെ പറ്റിയിട്ട് ഓരോന്നും പറയുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ വയറ് നിറയെ തിന്നു കഴിയുമ്പോൾ അവർക്ക് വേണ്ടാത്തതെല്ലാം അവർ ഛർദ്ദിച്ച് കളയുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് അവർ പീപ്പിൾസ് ഞങ്ങളെ എന്ത് ചെയ്യുന്നു, ഞങ്ങളെ പരിഹസിക്കുകയും അതായത് ഞങ്ങളുടെ ആ ഒരു ട്രാൻസ്ജെൻഡർ ആ ഒരു ജെൻഡർ ഞങ്ങൾ അഭിനയിക്കുകയാണ്, അവരെ വലയിൽ വീഴ്ത്തും ഞങ്ങൾ എന്നുള്ള ഭയം അവർക്കുണ്ട്. അങ്ങനെ അവർ ഞങ്ങളെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ ബോഡി ഒരു ഫസ്റ്റാണ്, അതായത് ഒരു വിരുന്നാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ കുറേ ഞങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞും അതുപോലെ പരിഹസിച്ചൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി അവർ ഛർദ്ദിച്ച് കളയുന്നു എന്നാണ് പറയുന്നത്. Then they will put me back into the closet, hang me with all other the skeletons. I will be the best attraction. Can you see how easy it is to talk people into coffins, to misspell their names on gravestones? Okay, ഇവിടെ പറയുന്നത് they will put me back into the closet, hang me with all the other skeletons. അവരെന്നെ മറ്റെല്ലാ സ്കെൽറ്റൻസിൻ്റെയും കൂടെ ക്ലോസറ്റിൽ തൂക്കും എന്നാണ് പറയുന്നത്. ഐ വിൽ ബി ദ ബെസ്റ്റ് അട്രാക്ഷൻ. ഞാനായിരിക്കും ആ ക്ലോസറ്റിലെ ഏറ്റവും കൂടിയ ആകർഷണം. ക്യാൻ യു സീ ഹൗ ഈസി ഇറ്റ് ഈസ് ടു ടോക്ക് പീപ്പിൾ ഇൻ ടു കഫിൻസ്, ടു മിസ്പെൽ ദെയർ നെയിംസ് ഓൺ ഗ്രേവ് സ്റ്റോൺസ്. അതായത് പറഞ്ഞ് ആൾക്കാരെ ശവപ്പെട്ടിയിലാക്കാൻ എളുപ്പമാണ്. ശവകുടീരത്തിൽ വെക്കുന്ന കല്ലുകളിൽ പോലും അവരുടെ പേരിൻ്റെ സ്പെല്ലിംഗ് പോലും തെറ്റിച്ചെഴുതും എന്നാണ് പറയുന്നത്. ഓക്കെ,
And people still wonder why there are boys rotting. They go away in high school hallways. They are afraid of becoming another hashtag any second. Afraid of classroom discussions becoming like Judgment Day. And now on coming traffic is embracing more transgender children than parents. അതായത് ട്രാൻസ്ജെൻഡർ കുട്ടികൾ ഹൈസ്കൂളിലായിരിക്കുമ്പോൾ തന്നെ അവർക്ക് പേടിയാണ് എന്നാണ് പറയുന്നത്. അവർ ഒരു സെക്കൻഡിൽ വേറൊരു ഹാഷ്ടാഗായി മാറുമോ എന്നുള്ള പേടി അവർക്കുണ്ട്. അതായത് ക്ലാസ് റൂം ഡിസ്കഷൻസ് അവരെ സംബന്ധിച്ചിടത്തോളം അന്ത്യവിധി നാളിനെ പോലെയാണ് എന്നാണ് പറയുന്നത്. അതായത് സമൂഹം ട്രാൻസ്ജെൻഡേഴ്സിനെ കൂടുതലായിട്ട് ഇപ്പോൾ സ്വീകരിച്ച് വരുന്നുണ്ട്. I wonder how long it will be before the trans suicide notes start to feel redundant. Before we realize that our bodies become lessons about sin, way before we learn how to love them. അതായത് ട്രാൻസ്ജെൻഡറുകളുടെ ആത്മഹത്യ പ്രവണത നിൽക്കാൻ, അതായത് അവസാനിക്കാൻ ഇനിയും എത്ര നാളെടുക്കുമെന്ന് എനിക്കറിയില്ല എന്നാണ് ലീ മൊക്കോബെ പറയുന്നത്. അതായത് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു അനന്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ സൂയിസൈഡ് ചെയ്ത ന്യൂസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ സൂയിസൈഡിൻ്റെ ഒരു ടെൻഡൻസി കൂടുതലാണെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സമൂഹം അവരെ അംഗീകരിക്കുന്നില്ല, അവരെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലീ മൊക്കോബ് പറയുകയാണ് ഈ ഒരു ട്രാൻസ്ജെൻഡറുകളുടെ ആത്മഹത്യാ പ്രവണത നിൽക്കാൻ, അതായത് സ്റ്റോപ്പ് ചെയ്യാൻ ഇനിയും എത്ര നാളെടുക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. അതായത് ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് ആയത് ഞങ്ങളുടെ പാപം കൊണ്ടല്ല എന്ന് ലീ മൊക്കോബ് പറയുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കണം എന്നാണ് ലീ മൊക്കോബ് പറയുന്നത്. ലൈക്ക് ഗോഡ് ഡിഡിൻ സേവ് ഓൾ ദിസ് ബ്രെത്ത് ആൻഡ് മേഴ്സി, ലൈക്ക് മൈ ബ്ലഡ് ഈസ് നോട്ട് ദ വൈൻ ദാറ്റ് വാഷ് ഓവർ ജീസസ് ഫീറ്റ്. ഇനി പറയുന്നത് ലീ മൊക്കോബ്, ഞാൻ ദൈവത്തോട് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ നിന്ന് എനിക്കൊരു ഉത്തരവും കിട്ടിയിട്ടില്ല. ജീസസിൻ്റെ കാല് കഴുകിയ വീഞ്ഞ് പോലെയല്ല എൻ്റെ ബ്ലഡ് എന്നാണ് പറയുന്നത്. ലൈക്ക് മൈ ബ്ലഡ് ഈസ് നോട്ട് ദ വൈൻ ദാറ്റ് വാഷ് ഓവർ ജീസസ് ഫീറ്റ്. അതായത് ഞാൻ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അതായത് ദൈവത്തിൻ്റെ കാല് കഴുകിയ വീഞ്ഞ് പോലെയല്ല എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന ബ്ലഡ് എന്നാണ് പറയുന്നത്. My prayers are now getting stuck in my throat. Maybe I'm finally fixed. Maybe I just don't care. Maybe God finally listened to my prayers. അങ്ങനെ ഞാൻ നിരന്തരം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ ദൈവം എനിക്ക് ഒരു ഉത്തരം എനിക്ക് നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഇനി പറയാണ്, My prayers are now getting stuck in my throat. Maybe I finally fixed. അതായത് എനിക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഇനി പ്രാർത്ഥിക്കാൻ കഴിയില്ല, എനിക്കിനി പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതായത് പ്രാർത്ഥന എൻ്റെ ത്രോട്ടിൽ, എൻ്റെ തൊണ്ടക്കുഴിയിൽ തങ്ങി നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ദൈവത്തിനോട് നിരന്തരം ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ജെൻഡറിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇനി എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല, കാരണം എനിക്കിനി പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. Maybe I'm finally fixed. Maybe I just don't care. ഒരു പക്ഷേ ഞാനിങ്ങനെ ആയിരിക്കുന്നതായിരിക്കും ദൈവത്തിന് ഇഷ്ടമെന്നാണ് പറയുന്നത്. ഞാൻ അതിനെപ്പറ്റി ഇനി വേവലാതിപ്പെടുന്നില്ല, പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു കാണും എന്നാണ് പറയുന്നത്. മേ ബി ഐ ആം ഫൈനലി ഫിക്സ്ഡ്, മേ ബി ഐ ജസ്റ്റ് ഡോണ്ട് കെയർ, മേ ബി ഗോഡ് ഫൈനലി ലിസൺ ടു മൈ പ്രയേഴ്സ്. അതായത് ഇപ്പം എനിക്ക് ദൈവത്തോട് വേവലാതിപ്പെടാനൊന്നുമില്ല, ഇപ്പം ഞാൻ എൻ്റെ ആ ഒരു ജെൻഡറിൽ ഞാൻ അഡ്ജസ്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ടായിരിക്കാം എൻ്റെ ഈ സ്ഥിതി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകുന്നത് എന്നാണ് ലീ മൊക്കോബ് പറയുന്നത്. I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like.